നമസ്കാരം. ഇന്ന് ഏപ്രിൽ 14 വിഷു ആണല്ലോ. ആദ്യം തന്നെ പറയാം, ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാവരും മനോഹരമായി തന്നെ വിഷു ആഘോഷിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളും വീട്ടിൽ നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിച്ചു. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. അതാദ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ആദ്യം തന്നെ ഉണ്ണിയപ്പാക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇതിലേക്ക് പോകാമെന്ന് കരുതി. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഈ ഉണ്ണിയപ്പത്തിന് പറയുന്ന പേര് കാരയപ്പം എന്നാണ്. അപ്പം നമ്മളൊക്കെ കാരയപ്പം തന്നെയാണ് പറയുക. അത് ഇവിടെ ഓൾറെഡി ആക്കിയതാ വാങ്ങിയതുണ്ട്. എന്തായാലും കുറച്ച് ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ചൂടോടെയൊന്നും ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും ഇന്ന് കഴിക്കൂല, നാളെ രാവിലെ മാത്രമേ കണിയൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കഴിക്കുള്ളൂ. ഇനി ഇതിന് പുറമെ തന്നെ പഴംപൊരി ആക്കുന്നുണ്ട്, ഉള്ളിവടയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം വേണം അതാക്കാൻ. അപ്പം ഇതാ നല്ല ചൂട് ഉണ്ണിയപ്പം ഇതിലും ഉണ്ട്. ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതാ ഇതിലും ഉണ്ട്. ഇതിപ്പോൾ വാങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൽ റെഡിയാവുക. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിതാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാം, അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ചെറിയ രീതിയിലുള്ള തേങ്ങാ കൊത്തുകൾ കാണാം. പിന്നെ ഈ കറുത്ത നിറത്തിൽ ഓരോരോ പൊട്ടുകളായി കാണുന്നില്ലേ, അത് എള്ളാണ്. പിന്നെ വളരെ കുറച്ച് ചുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഏലക്കയും. അപ്പോൾ ഇതാണ് ഇതിലേത്തെ ഒരു കൂട്ടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് എക്സ്ട്രാ വേറെ പഞ്ചസാരയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആ വെല്ലത്തിൻ്റെ തന്നെ മധുരം മതി. പൂജാമുറിൻ്റെ നിലവിലുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇനി നാളെ രാവിലെ കണിയൊക്കെ വെച്ചതിന് ശേഷം ഇതിന്റെ കാഴ്ച നിങ്ങളൊന്ന് കാണും. രാവിലെ 4:30 ഞങ്ങളുടെ വീട്ടിലേക്ക് വിഷുക്കണി കാണണ്ടേ. ഇതാണ് ലൈറ്റ് ഇടുന്നതിന് മുന്നേ ഉള്ള നല്ലൊരു കാഴ്ച. ഇങ്ങനെയാണ്, ലൈറ്റ് ഇടാതെ തന്നെയാണ് കണി കാണേണ്ടത്. ഓരോന്നോരോന്നായി കണ്ടോ. ഇവിടെയൊക്കെ പച്ചക്കറികളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സും ഉണ്ട്, ഓരോന്നായിട്ടുണ്ട്. മെയിനായിട്ട് ഇതാ ഇവിടെ ചക്കയുണ്ട്, ശ്രീകൃഷ്ണനെ കാണാം, അതുപോലെ തന്നെ കൊന്നപ്പൂ കാണാം, വിളക്കുകൾ കാണാം. ഇനി ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. കുറച്ചും കൂടെ നിങ്ങൾക്കൊരു തെളിച്ചം കിട്ടും. ഇതാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ വീട്ടിലെ വിഷുക്കണി. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ വിഷു. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിച്ചതാണ്. നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക, പടക്കമൊക്കെ വാങ്ങി. പടക്കമോ ഒന്നും വാങ്ങിയില്ല. അതുപോലെ തന്നെ വിഷു ഞങ്ങളെ ഡ്രസ്സോ ഒന്നും തന്നെ എടുത്തിട്ടൊന്നുമില്ല. 2 ദിവസം മുന്നേ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു നോർത്തിൻ്റെ യാത്ര ചെയ്യേണ്ടായി. പതിവിൽ നിന്ന് വിപരീതമായിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികം ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത കാരണം അവിടുത്തെ ഹൈജീൻ, വൃത്തിയില്ലായ്മ കൊണ്ടാണ് ഞങ്ങൾ പല വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താ, ഞങ്ങൾ അതൊക്കെ ഓരോരോ സ്ഥലങ്ങളൊക്കെ പോയി നല്ല രീതിയിലുള്ള ഫുഡൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ വഴിയെ കാണുന്നതായിരിക്കും. കാരണം ഞങ്ങളത് അപ്ലോഡ് ചെയ്യും. അപ്പം ഞങ്ങളത് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു. ഞാനും മനു നേരെ പയ്യന്നൂർ സഹന ആശുപത്രി പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് അവരെന്താ ചെയ്യുക, സ്കാനിങ്ങും മറ്റ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ചെറിയതായിട്ട് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നു. ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വീണ്ടും അത് ക്രിട്ടിക്കലായിട്ട് പോകുമല്ലോ. അതായത് അഡ്മിറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം വിഷു ആണല്ലോ വരുന്നത്. വിഷുക്കൊരു 3-4 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത സമയത്ത് തന്നെയാണ് ഇത് അറിഞ്ഞത്. അതെ, ഇല്ലെങ്കിൽ ഈ വിഷു ദിവസം ഇന്ന ദിവസം നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു ആവശ്യകത വന്നേനെ. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചതിനപ്പുറം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുപോയി. കാരണം എന്താ പറയുക, നമ്മൾ അടുത്തൊരു യാത്രക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരുപാട് തുക നമുക്ക് ഈ ഒരു ആശുപത്രി ചെലവിന് വേണ്ടി വന്നു. അതിപ്പം എടുത്തു പറയുവാണെങ്കിൽ നോർത്ത് ഇന്ത്യ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതാണ് കാരണം. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക കോൾ ചെയ്യേണ്ടായി, നല്ല കമൻറ്റുകൾ തന്നെയുണ്ടായി. നെഗറ്റീവ് കമൻറ്റൊക്കെ വരുന്നുണ്ട്. ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. കാരണം അത് പൊതുവേ നോർത്ത് ഇന്ത്യയിലത്തെ ഫുഡിൻ്റെ ആ ഒരു കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ എന്താ പറയുക ഏകദേശം ചിലവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞ ഉടനെ ഒരുപാട് ടെസ്റ്റ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നൊക്കെ മഞ്ഞപ്പിത്തും എലിപ്പനിയൊക്കെ വരുന്ന ആണല്ലോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ്, പിന്നെ നമ്മുടെ സ്കാനിങ്, ഇതിനൊക്കെ കൂടി ഒരു 4000 രൂപ ഞങ്ങൾക്ക് ചിലവായി. ഞങ്ങളവിടെ 3 പകലാണ് ആശുപത്രി കിടന്നത്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് എന്താ പറയുക ഒരു 4000 രൂപ 2 പേർക്കും ചിലവായി. അങ്ങനെ 8000 രൂപ ചിലവായി. കൂടാതെ തന്നെ നമുക്ക് ഇഞ്ചക്ഷനും മറ്റ് ട്രിപ്പ് കാര്യങ്ങളും മരുന്നുകളൊക്കെയാണ്, ആൻറ്റിബയോട്ടിക് അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അതിന് തന്നെ 4000 രൂപ ചിലവായി. അങ്ങനെ 12000 രൂപയാണ്
ഈ കാര്യത്തിലായത്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മരുന്നുണ്ട്. ഏകദേശം 2000 രൂപയോളം അങ്ങനെയായി. അങ്ങനെ 12,000 2000 14,000 രൂപ ചിലവും പിന്നെ അവിടുത്തെ താമസം സമയത്ത് നമുക്ക് ഫുഡും മറ്റ് ചിലവുകളൊക്കെ ഉണ്ടല്ലോ. ഒരു 2000 രൂപ ആകുമ്പോൾ 16,000 രൂപയാണ് നമുക്ക് ആശുപത്രി ചിലവിന് വേണ്ടി മാത്രം വന്നത്. അതെ, ഒറ്റയടിക്ക് പോയത് 16,000 രൂപ. അതിന് പുറമെ തന്നെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഒരു തത്കാൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് മധുരയിലേക്ക് പോകാൻ വേണ്ടി ഒരു തമിഴ്നാട് ഒരു കുഞ്ഞു ട്രിപ്പ്. തത്കാൽ ടിക്കറ്റ് എടുത്തത് തത്കാൽ ക്യാൻസൽ ചെയ്താൽ 0 റീഫണ്ട് ആണ്. 975 രൂപ എങ്ങാണ്ടായി. 1000 രൂപ എങ്ങാണ്ട് അത് വന്നു. അങ്ങനെ 17,000 രൂപയാണ് ഈ ഒരു ഫുഡ് പോയിസൺ കാരണം ഞങ്ങൾക്ക് ചിലവായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായൊരു തുകയാണ്. കാരണം എന്ന് വെച്ചാൽ അടുത്തൊരു യാത്രക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ച പൈസയായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാഹചര്യം എന്തായാലും അങ്ങനെ വരുള്ളൂ. കാരണം നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും നേരത്തെ തന്നെ പറയാം, എന്തെങ്കിലും ഒരു വിവരം എക്സാമ്പിൾ പറഞ്ഞ ഒരു അസിഡിറ്റി എങ്കിലും വരാതെ നമുക്ക് തിരിച്ച് വീട്ടിലെത്തൂല. കാരണം അവിടുത്തെ ഫുഡ് കൾച്ചർ പറഞ്ഞ അസിഡിറ്റി വരാൻ കാരണം അവിടെ രാവിലെ അങ്ങനെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ കഴിക്കാതെ നടക്കേണ്ടി വരും. സമൂസയും ബിസ്ക്കറ്റൊക്കെയാണ് അവർ കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ഉച്ചക്കോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഈ മസാല ടൈപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കത് വയറിന് പിടിക്കണമെന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിനി വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ എന്താ പറയുക അത്രയും അടിപൊളി മനോഹരമായ വീഡിയോസാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതും. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം പറയാം. ഇന്നിനിപ്പം ഉച്ചയ്ക്ക് ഇനിയിപ്പം നല്ല സമൃദ്ധമായ സദ്യ, നമ്മുടെ വീട്ടിലത്തെ കിട്ടുക്ക സദ്യന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇനിയിപ്പോൾ നമ്മളങ്ങനെ വലിയൊരു നോൺ വെജ് ആയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളിവിടെ ചിക്കനൊക്കെ ആക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് കണ്ണടച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. കാരണം അത്രയും നല്ല വൃത്തിയുള്ള ഭക്ഷണങ്ങളാണല്ലോ. പുറത്തു പോയാലല്ലേ ഇതൊക്കെ കഴിക്കുമ്പോൾ പേടിക്കേണ്ടത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതായാലും പൈസ പോയതിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം വെന്തു പോകും. കാരണം നോർത്ത് ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ പലപ്പോഴും പോകുന്നതല്ല, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് കൾച്ചർ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കാൻ വരുന്ന ഭാഗം ഇതാണ്. ഏപ്രിൽ മാസത്തിൽ നല്ല വെയിലാണെങ്കിലും നമുക്കിവിടെ നല്ല തണലാണ്, നല്ല മരങ്ങളുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ കിണറുള്ളത്. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും ഈ കിണറിലത്തെ വെള്ളം ഒരിക്കലും ഇവിടെ വറ്റാറില്ല. നമുക്കിവിടെ കിണറും ഉണ്ട്, അതുപോലെ തന്നെ ഈ താഴെ തന്നെ കുളവും ഉണ്ട്. ഇനിയിപ്പം ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നമുക്ക് ഉച്ചക്കത്തെ സദ്യ കഴിക്കാം. ഇനി ഉച്ചക്കുള്ള സദ്യ ഇതാ ഇവിടെ തുടങ്ങിയാണ്. നവിയും അച്ഛനും ഇത് ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ട്. ഇവർ എഴുന്നേറ്റതിന് ശേഷം വേണം എനിക്കും അമ്മയ്ക്കും ഇരിക്കാൻ. ഇപ്പോൾ ഓരോ കറികൾ ഇവിടെ കാണാം. ആദ്യം തന്നെ ഇവിടെ ഇതാ പപ്പടമുണ്ട്, അവിയലുണ്ട്, ഒരു കൂട്ടുകറിയുണ്ട്, സാമ്പാറുണ്ട്, ഒരു തോരനുണ്ട്. ഇത് ചിക്കനാണ്. ഇവിടെ ഇതാ ചോറും ഇലയിലേക്ക് ഇതാ ആക്കുകയാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞ് സദ്യ. പിന്നെ ഒരു തൈര് കറിയും കൂടി ഉണ്ടല്ലോ, അതും കൂടെ എടുത്തിട്ട് വാ. അപ്പോൾ ഇതാ പപ്പടം, ഓരോരോ പപ്പടം. നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ മലബാർ ഭാഗത്ത് ഓണായാലും വിഷു ആയാലും ഉച്ചക്കത്തെ സദ്യക്ക് എന്തായാലും ഒരു നോൺ വെജ് എന്തായാലും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ചിക്കൻ കറി തന്നെയാണ് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാവാറ്. നല്ല ഇല. ഈ സദ്യ കാണുമ്പോൾ തന്നെ അല്ലേ, ഒരു പൂച്ച കുഞ്ഞ് കരയുന്നുണ്ടല്ലോ നവി അവിടുന്ന്. അതെ, പിന്നെ നമ്മള് ഈ പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറെ ആശുപത്രിയും പിന്നെ നമ്മൾ കുറെ നോർത്ത് ഇന്ത്യൻ യാത്രയൊക്കെ പോയതാണല്ലോ. ശരിക്കും പറഞ്ഞ സദ്യയൊക്കെ കാണുമ്പോഴില്ല ഭയങ്കര കൊതിയാണ്. ആദ്യം തന്നെ പപ്പടം കുറച്ച് പൊട്ടിച്ചെടുത്ത് ഈ സാമ്പാറിലേക്ക് ഇങ്ങനെ എടുത്ത് കുഴച്ച് കഴിക്കാം. അതോടൊപ്പം തന്നെ ഇതാ ഈ ഭാഗത്താണ് ചിക്കൻ്റെ കറി ഉള്ളത് കേട്ടോ. പിന്നെ തോരനുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകറിയുണ്ട്, അവിയലുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ സദ്യ ഇതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് പൂച്ചകളുണ്ട്. അപ്പോൾ അവറ്റകളും കൂടി ഇതാ ഇവിടുന്ന് കഴിക്കുകയാണ്. നമ്മുടെ ആ ഒരു ചിക്കൻ്റെ വേസ്റ്റുകളും അതുപോലെ തന്നെ കുറച്ച് ചോറൊക്കെ കൂട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടാ കഴിക്കടാ, വാ 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 കഴിച്ചോ. അപ്പോൾ അവറ്റകൾക്കും ഒരു സന്തോഷമായി, നമുക്കും ഒരു സന്തോഷമായി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്നാൽ പിന്നെ അടുത്തത് അമ്മേൻ്റെ ഒരു പാട്ടായാലോ? എന്തായാലും പാട്. കണികാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലമതിൻ കാന്തൻ വസുദേവാത്മജ ഉലകാനേ പാടി കുഴലൂതി ചിരചിരേകിലും കാഞ്ചന ചിരമ്പിട്ടോടിവ കണികാണ
ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കുഞ്ഞു വിഷു. അമ്മേൻ്റെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഈ നമ്മൾ ഇത്രയും നാളും ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞില്ലേ, ഒരു 3 ദിവസം, അത് നമ്മൾ യാത്ര ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണ്. കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കൾച്ചർ എല്ലാവർക്കും അറിയാം. പിന്നെ അത് വീണ്ടും റിപ്പീറ്റേഷൻ ആയി നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു വിഷയമില്ല. നമ്മൾ ഇനിയും നല്ല നല്ല യാത്രകൾ ചെയ്യും. ഫുഡിൽ കുറച്ച് ലിമിറ്റഡ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് അതൊരു അനുഭവമാണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും എന്താ പറയുക, നോർത്ത് ഇന്ത്യയോ നമ്മുടെ കേരളം വിട്ടു പോകുന്ന സമയത്തൊക്കെ ഫുഡിലൊന്ന് കൺട്രോൾ ചെയ്യുക. സാധാരണ പോലെയല്ല, നല്ല പണി കിട്ടും. പണി കിട്ടിയ ഒരുപാട് ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ നമ്മളെ ആ രീതിയിൽ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ മറ്റുള്ളവർ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കമൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അതൊന്നും നമ്മളങ്ങനെ നോക്കണ്ട, അത് അങ്ങ് ആ സൈഡിൽ അങ്ങ് വിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ഫുഡ് പോയിസൺ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം വരാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണ്, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന നമ്മുടെ മില്ലേനിയം എക്സ്പ്രസിൻ്റെ വീടാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പം വിഷുവിൻ്റെ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് കിടന്ന ആ സ്പോട്ടിൽ ഉറങ്ങും കേട്ടാ. അതിന്റെ നല്ല ചൂടും കൂടിയല്ലേ. അല്ല, അതിന്റെ വേറെ കാര്യം പറയാനുണ്ട്, നമ്മൾക്ക് ഇപ്പം ഒരുപാട് മരുന്നുകൾ കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വിഷയമായിരിക്കാം. അപ്പൊ എന്താ പറയാ, ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ മറ്റേ ബൈ.